വയനാട്ടിലെ സർക്കാർ ടൗൺഷിപ്പിലെ ആദ്യഘട്ട വീടുകളിൽ 19 എണ്ണം കൂടി ഇന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറും. അന്തിമ ഗുണനിലവാര പരിശോധനയ്ക്കായി ഊരാളുങ്കൽ ആദ്യഘട്ടത്തിലെ മുഴുവൻ വീടുകളും നടത്തിപ്പ് ചുമതലയുള്ള കിഫ്കോണിന് കൈമാറും എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. അതേസമയം ടൗൺഷിപ്പിനെ വിമർശിക്കാനില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ആദ്യഘട്ടത്തിലെ 178 വീടുകളിൽ 140 വീടുകൾ അന്തിമ പരിശോധനയ്ക്കായി കിഫ്കോണിന് കൈമാറിയിരുന്നു. ബാക്കിയുള്ള വീടുകളും കൈമാറുമെന്നാണ് ഊരാളുങ്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. കിഫ്കോണിന്റെ അന്തിമ പരിശോധനയ്ക്ക് ശേഷമാകും ദുരന്തബാധിതർക്ക് വീടുകൾ കൈമാറുക. പരിശോധനകൾക്ക് ശേഷം ഇന്ന് 2 ക്ലസ്റ്ററുകളിലായി 19 വീടുകൾ കൂടി ദുരന്തബാധിതർക്ക് കൈമാറുമെന്നും ഊരാളുങ്കൽ അധികൃതർ അറിയിച്ചു. അതേസമയം സർക്കാർ ടൗൺഷിപ്പിനെ വിമർശിക്കാനില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സർക്കാരിന് നമുക്കറിയാണ്ട് ഇത്രയും കാലമായില്ലേ, എല്ലാവർക്കും കാലതാമസം ഉണ്ടാവും. ഞാനതിൽ സർക്കാരിനെയും ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എല്ലാ നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് അതിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെതായ സാവകാശം ഉണ്ടാകും. സാങ്കേതികമായിട്ടുള്ള കടമ്പകളുണ്ട്. 178 വീടുകളിൽ 56 വീടുകൾക്കാണ് രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധന പൂർത്തിയായത്. ഇതിൽ നിന്നും അന്തിമ ഗുണനിലവാര പരിശോധന കഴിഞ്ഞ 7 വീടുകൾ കഴിഞ്ഞ ദിവസം അധികൃതർ ദുരന്തബാധിതർക്ക് കൈമാറിയിരുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.